നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനൂപേട്ടന്റെ അപകടത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ അവന്തിക എന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന്? ആ അപകടം അവന്തിക ആസൂത്രണം ചെയ്തതാണോ എന്ന് ആണെങ്കിൽ അതിന്റെ പിന്നില് ഞാനാണെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? എനിക്ക് അർച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ വലിയ ഇഷ്ടം. ഏതൊരു കാര്യം തീരുമാനിച്ചാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി പുറകോട്ടുള്ളൂ എന്ന ആ വാശിയാണ്. അതാണ് ആ ഇഷ്ടത്തിന് കാരണം. ഞാനിടയ്ക്ക് ആലോചിക്കും, അർച്ചന കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാൻ കേട്ടോ. ചിരിച്ചുകൊണ്ട് ചതിക്കുക, സ്നേഹം നടിച്ച് വെട്ടി വീഴ്ത്തുക, എല്ലാവരെക്കാളും പണത്തെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളോടൊപ്പം കൂടാനുള്ള യോഗ്യത. എനിക്ക് 2 ദിവസം കൽപ്പിച്ചു തന്നയാൾക്ക് ഞാൻ 4 ദിവസം തിരിച്ചു തരുന്നു. എന്റെ സ്നേഹയുടെയും വിവാഹം മുടക്കാൻ. എല്ലാവരും കാണട്ടെ അർച്ചനയുടെ വാശിയും എടുക്കുമൊക്കെ. ഏട്ടത്തി, ഞാനൊരു കാര്യം പറയട്ടെ. ഇനി ഇവിടെ ആരില്ലെന്ന് പറഞ്ഞാലും ആര് മരിച്ചെന്ന് പറഞ്ഞാലും അവർ ഈ വിവാഹം നടത്തുമെന്ന് മാത്രമല്ല, അതിനു വേണ്ടി എന്തും ചെയ്യാനും അവർ മടിക്കില്ല. പ്രത്യേകിച്ചും എന്റെ ചേച്ചി. ഇപ്പോ ഈ നടന്നതിനൊക്കെ പിന്നിലെ എന്റെ ചേച്ചിയുടെ ബുദ്ധിയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഈ വിവാഹത്തിനെതിരെ നിൽക്കുന്നവര്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം അപകടത്തിലും മറ്റും പെട്ട് ആശുപത്രിയിലാണ്. അതങ്ങനെ സാധാരണയായി സംഭവിക്കുന്ന ഒന്നല്ലെന്നാ എനിക്ക് തോന്നുന്നേ. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അവരെന്തെങ്കിലും പറയുന്നത് നീ കേൾക്കുകയെല്ലാം ചെയ്തോ? കേട്ടു. അതുകൊണ്ടാ ഏട്ടത്തിയോട് ഞാൻ പറയാന്ന് കരുതിയത്. എന്താ നീ കേട്ടത്? അവളെ വല്ലതും ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൾക്ക് വേദനിക്കണമെങ്കിൽ അവളുടെ താലിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് അവൾക്ക് തോന്നണം. അതായത് സച്ചി. അതെ ഏട്ടത്തെ, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ ഇത്. അതിൽ നിന്ന് മനസ്സിലായി ഇതിന് പിന്നിൽ എല്ലാം എന്റെ ചേച്ചിയാണെന്ന്. ഇനി അവർ ഉന്നം വെച്ചിരിക്കുന്നത് സച്ചിയേട്ടനെയാണെന്ന്. ഏട്ടത്തി ഇതുപോലെ ഇങ്ങനെ തകർന്നു നിന്നാലേ കൂടുതൽ അപകടങ്ങൾ ഇനിയും സംഭവിക്കും. വന്നതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കാതെ വരാനുള്ളതിനെ തടയണം എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റൂ. അനൂപേട്ടന്റെ അപകടം നടന്ന സ്ഥലത്തേക്ക് വെറുതെ ഒന്ന് ഏട്ടത്തി പോണം. അതുവരെ പോയി ഒന്ന് മൊത്തത്തിൽ നോക്കണം. അവിടുന്ന് എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ചിലപ്പോ ഈ അപകടം നേരിട്ട് കണ്ട ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ. അതുപോലെ തന്നെ സച്ചിയേട്ടനോട് ഒന്ന് സൂക്ഷിക്കാനും പറയണം. ഈ വിവാഹം നടക്കുന്ന അന്ന് വരെ സൂക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നമ്മൾ കാണേണ്ടിയും അനുഭവിക്കേണ്ടിയും വരും. എനിക്ക് ഉറപ്പാ അത്.
സ്നേഹേ ഒരുങ്ങി കഴിഞ്ഞില്ലേടി ഇതുവരെ? ഇവിടെ അടുത്ത് പോകുന്നതിന് നീ ഇത്രയും സമയം എടുത്ത് ഒരുങ്ങി. ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ധനുഷ് വിഷമിക്കുമല്ലോ. അതിന് ഞാനെന്തൊരുങ്ങാൻ? സമയം എടുത്തത് മുഴുവൻ ഏട്ടത്തിയാ. അച്ഛനോട് പറഞ്ഞിട്ട് പോ. അച്ഛാ, 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 എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ പോയിട്ട് വാ. ഇവൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. പിന്നീട് ആരും കുറവ് പറയരുത്. ഇവള് പറയുന്നത് മാത്രമല്ല, എന്റെ ഇഷ്ടത്തിനുള്ളത് കൂടി വാങ്ങിക്കൊടുക്കാനാണ് ഞാനും കൂടി പോകുന്നത്. എന്നാ നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ. അച്ഛനെന്താ വാങ്ങണ്ടേ? ആ, എനിക്കുള്ളത് ഞാൻ പിന്നീട് പോയി വാങ്ങിച്ചോളാം. തൽക്കാലം നിങ്ങൾക്കുള്ളതൊക്കെ മേടിക്കും. എന്നാ പോയിട്ട് വരാ അച്ഛാ. വാ. അവന്റെ അടുത്ത് എനിക്ക് എടുത്തിയോട് ഒരു കാര്യം പറയണമായിരുന്നു. എന്താ മോളെ, അത്രയ്ക്കും രഹസ്യമാണോ? രഹസ്യമൊന്നും അല്ല അച്ഛാ. എന്നാ നിങ്ങൾ നടക്ക്, ഞാനിപ്പോ വരാം. ഉം. എന്താടി, വേഗം പറ, എനിക്ക് പോണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം മറ്റാരും അറിയരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഞാനൊരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോ തന്നെ അവരെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. നിന്നോട് ഞാൻ പറഞ്ഞു, നിന്റെ ഡയലോഗ് കേൾക്കാൻ എനിക്ക് സമയമില്ലാന്ന്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അനൂപേട്ടന്റെ അപകടത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ അവന്തിക എന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന്. ആ അപകടം അവന്തിക ആസൂത്രണം ചെയ്തതാണോ എന്ന്. ആണെങ്കിൽ അതിന്റെ പിന്നില് ഞാനാണെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? എങ്കിൽ വേണ്ടപ്പെട്ടവരെ നോവിക്കാൻ ഞാനും തുടങ്ങും. നീ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നു വേണ്ട. അനൂപിന്റെ ആ അപകടമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞാ നീ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനായിരുന്നു അതിന് പിന്നിലെങ്കിൽ നിന്റെ ചേട്ടൻ ഇപ്പൊ ജീവനോടെ കാണില്ലായിരുന്നു. ജീവിതം, മരണം, ഇത് രണ്ടിന്റെ ക്രെഡിറ്റേ അവന്തിക്കുള്ളൂ. ഇതിനിടയിലുള്ള ഈ കൈയൊടിക്കലും കാലൊടിക്കലും ഒന്നും ഞാൻ ആലോചിക്കാറേയില്ല. അതുകൊണ്ട് നിന്റെ ചേട്ടൻ ശ്രദ്ധയില്ലാതെ എവിടെയെങ്കിലും വണ്ടി ഓടിച്ച് കയറ്റിയ കാര്യവും ചോദിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. അതിന് നീ ഇത്രമാത്രം ടെൻഷൻ ആവാനൊന്നും ഇല്ലല്ലോ. ജീവൻ തിരിച്ചു കിട്ടിയതിന് ഈശ്വരന് നന്ദി പറയല്ലേ വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.